ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യുഡിഎഫിന് ചരിത്ര വിജയമുണ്ടാകുമെന്നാണ് ഇതുവരെ കണ്ട സൂചനകൾ പകൽ പോലെ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം പ്രകടമായിരുന്നു. അവസാനത്തെ 3-4 ദിവസം ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. അവർ തീർച്ചയായും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കടുത്ത ശിക്ഷ ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഈ സർക്കാർ നൽകും. 2001 5 വർഷം ഭരിച്ച നയനാർ സർക്കാരിന്റെ കാലത്തേക്കാൾ 10 മടങ്ങുള്ള ജനരോഷമാണ് 10 വർഷം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരായി കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഇത്തവണ യുഡിഎഫ് തൂത്തുവാരും. ഞാൻ പറഞ്ഞു കഴിയട്ടെ. രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഈ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫിനെ എതിർത്തവർ, നഖശികാന്തം എതിർത്തവർ, എസ്എഫ്ഐയുടെ കേരളത്തിലെ സ്ഥാപക പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ തുടർഭരണത്തിനെതിരായി യുഡിഎഫിന് കൂടെ കൈകോർക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, സിപിഐ സ്നേഹിക്കുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ തുടർഭരണത്തിനെതിരാണ്. തുടർഭരണം വന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശവക്കുഴി തോണ്ടും. കേരളത്തിൽ ബംഗാളിലെ പരമദയനീയമായ സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ഈ ഇലക്ഷൻ തോറ്റാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷക്കാർ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും ഇത്തവണ യുഡിഎഫ് വോട്ട് ചെയ്യും. അവർ യുഡിഎഫുകാരല്ല, കോൺഗ്രസുകാരല്ല. പക്ഷെ ഇടതുപക്ഷം നശിക്കാതിരിക്കണമെങ്കിൽ തുടർഭരണം ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഗവൺമെന്റ് എതിർക്കുന്നവർ, യുഡിഎഫിനെ സ്നേഹിക്കുന്നവർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ, ഇടതുപക്ഷം നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവർ എല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ മുന്നണി ഈ ഇലക്ഷനിൽ യുഡിഎഫിന്റെ കൂടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചരിത്ര വിജയം നേടും കേരളം. യുഡിഎഫ് തൂത്തുവാരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് 6 മണിക്ക് പോളിംഗ് കഴിയും. ഇന്ന് 6 മണിക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷ വോട്ടർമാർ വോട്ടിംഗ് മെഷീനിൽ എൽഡിഎഫിനെതിരായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കും 6 മണി കഴിയുമ്പോൾ. അതിന്റെ അർത്ഥം ഇന്ന് കൃത്യം 6 മണി കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിച്ചു കഴിഞ്ഞിരിക്കും. പിണറായി സർക്കാർ ഇന്ന് 6 മണി കഴിയുമ്പോൾ അവരുടെ ഭരണം അവസാനിക്കും. പിന്നെയുള്ള പിണറായി സർക്കാർ കെയർടേക്കർ ഗവൺമെന്റാണ്. കെയർടേക്കർ ഇന്നത്തെ 6 മണി വോട്ടിംഗ് പൂർത്തിയാക്കിയാൽ പിണറായി ഭരണം അവസാനിച്ചു. പിന്നെയുള്ള പിണറായി ഭരണം കെയർടേക്കർ ഭരണമാണ്. മെയ് 4 വോട്ടിംഗ് കഴിഞ്ഞാൽ യുഡിഎഫ് ഭരണം കേരളത്തിലുണ്ടാകും. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് തെറ്റിദ്ധരുത്തൽ പ്രക്രിയ
ആരംഭിക്കാം എന്നാണ് എന്റെ അഭിപ്രായം. UDFന് വോട്ട് ചെയ്യുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പണം നൽകിയ വോട്ട് അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടോ? അത് BJP കേരളത്തിന്റെ മണ്ണിൽ ചേർന്ന പാർട്ടിയല്ല. കേരളത്തിൽ ആ പാർട്ടിക്ക് വേരോട്ടം കിട്ടാൻ പ്രയാസമാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എന്തൊക്കെയോ പ്രത്യേക കാരണത്താൽ ഒരു വോട്ട് കിട്ടിയെന്നുള്ളത് ഒഴിച്ചാൽ ശ്രീ രാജഗോപാലൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ട് അദ്ദേഹം ജയിപ്പിച്ചൊഴിച്ചാൽ കേരളത്തിൽ BJP പച്ചപിടിക്കാൻ സാധ്യതയില്ല. ഞാൻ എത്ര നോക്കിയിട്ടും BJP ജയിക്കാവുന്ന ഒരു സീറ്റും കാണുന്നില്ല. ഇപ്പൊ പണം നൽകി വോട്ട് മറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇന്നലെ പാലക്കാട് നടന്ന ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അത്തരം ചർച്ചകൾക്ക് ഞാൻ കിടക്കുന്നില്ല. BJP പണം ഒഴുക്കുന്നു എന്നല്ലാതെ അത്തരം ചർച്ചകൾക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. കേരളം നയിക്കും. UDF കട്ടായം ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം UDF ഭരണം ഉറപ്പിച്ചു. LDF പ്രതിപക്ഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാം. ഇലക്ഷൻ കഴിയുമ്പോൾ UDFകാർ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കും, മാർക്സിസ്റ്റുകാർ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കും. ഇതാണ് ഈ അസന് പറയാനുള്ളത്.